ഇതാണ് നമ്മൾ പറഞ്ഞ ആ മനുഷ്യനിർമ്മിതമായ ഗുഹ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബേള ചർച്ചിലാട്ടോ. ഇതുവഴിയാണ് നമ്മുടെ ഗുഹയിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാട്ടോ ഇത് രണ്ടും. ഈ പള്ളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഈ ഗുഹയാട്ടോ. കഷ്ടിച്ചൊരാൾക്ക് മാത്രം പോകാൻ വേണ്ടിയിട്ട് ഉയരവും വീതിയുള്ള ചെങ്കൽ പാറ കൊണ്ട് നിർമ്മിച്ച ഒരു ഗുഹയാട്ടോ ഇത്. ഏകദേശം 250 മീറ്ററോളം നമുക്ക് ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ പോയിട്ടുള്ള ആൾക്കാരോ ഇനി പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഗുഹയുടെ ഉള്ളിലൂടെ കുറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി സാധിക്കും. അവിടുന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് വിശുദ്ധജലം കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഈ ഗുഹ നമുക്ക് ഏത് സമയത്ത് പോയാലും കാണാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ. ഞങ്ങൾ പോയി പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് തുറന്നു തന്നത്. ഗുഹയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ഞാൻ പഴയ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇങ്ങനെ ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചത്. ഗുഹയിലേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യം എത്തുന്ന സ്ഥലം അത് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ബേള പള്ളിയുടെ പഴയ പള്ളി 1880 സ്ഥാപിതമായത്. ബേള പള്ളിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കാം കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ബേള പള്ളിയുടെ ലൊക്കേഷൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക പഞ്ചായത്തിൽ ബേള എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ സ്ഥിതി ചെയ്യുന്നത്.